ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി ന്യൂട്രീഷൻ ലഡുവായിട്ടാണ്. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഇതൊരു വേറെ വെറൈറ്റി രീതിയിൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ റാഗി ലഡുവാണ് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. റാഗിയുടെ കൂടെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടുണ്ട്. ബ്ലഡ് കൂട്ടാനും അതുപോലെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും ഒക്കെ ഈ ഒരു ലഡു കഴിച്ചാൽ മതി. ബ്ലഡ് കുറവായിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ നമുക്ക് ദിവസവും ഈ ഒരു ലഡു കഴിക്കുകയാണെങ്കിൽ ബ്ലഡ് കൂട്ടാനും ഉപകാരപ്പെടും. നമുക്കൊന്ന് ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം തന്നെ ഞാനൊരു ചട്ടിയിൽ ഒരു ചീനച്ചട്ടിയാണ് കേട്ടോ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കറുത്ത എള്ള് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. അതിലേക്ക് നമുക്ക് ഞാൻ റാഗി പൗഡറാണ് യൂസ് ചെയ്യുന്നത്. റോസ്റ്റഡ് റാഗി പൗഡർ ഡബിൾ ഹോർസിൻ്റെ. അപ്പോൾ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചുണ്ടാക്കുകയാണെങ്കിൽ അതാണ് നല്ലത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് ഇത് ചേർത്തുന്നേ ഉള്ളൂ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. റോസ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് സമയം ഇട്ട് വഴറ്റേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇതൊന്ന് നെയ്യിലൊന്ന് ഇട്ട് വഴറ്റിയെടുത്തിട്ട് അതിലേക്ക് ഞാൻ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കിപ്പം കയ്യിൽ റോസ്റ്റഡ് അല്ലാന്നുണ്ടെങ്കിൽ അതൊന്ന് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വറുത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ റോസ്റ്റഡ് ആയതുകൊണ്ട് ഞാൻ ഒരുപാട് സമയം ഇട്ട് വറുത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ ഞാൻ ഇതാ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചിരകിയ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ ചേർക്കുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള അളവിൽ ചേർക്കാം. അത് നമ്മുടെ ക്വാണ്ടിറ്റി അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ഞാൻ ശർക്കര പാനിയാണ് ചേർക്കുന്നത്. പക്ഷേ ഏലക്കായ മാത്രം പൊടിക്കുമ്പോഴത്തേക്ക് അത് പൊടിഞ്ഞ് കിട്ടില്ല. അതുകൊണ്ട് പഞ്ചസാര ചേർത്തുന്നേ ഉള്ളൂ. അതിലേക്ക് ഞാൻ നട്ട്സ് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എല്ലാ നട്ട്സും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ അണ്ടിപ്പരിപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിൽ ഏതാണോ നട്ട്സ് ഉള്ളത് അതൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നല്ലതാണ്. പൊടിച്ചിട്ട് ചേർക്കുക കേട്ടോ. അപ്പോൾ അതിന് ശേഷം ശർക്കര ഞാൻ ഒരുപാടങ്ങ് തിക്കായിട്ട് പാനി ഒഴിച്ചു കൊടുക്കുന്നില്ല. പഞ്ചസാര ചേർത്തുകൊണ്ട് തന്നെ ഓവറായിട്ട് മധുരം വേണ്ട. അതുകൊണ്ട് ഞാൻ ലൈറ്റായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം എല്ലാ ഭാഗത്തും എത്തുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഉരുളിയാക്കാൻ പാകത്തിനൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിന് കൂട്ടത്തിൽ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കുന്നുണ്ട്, മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അത് ഉരുളിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിങ്ങനെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കാഷ്യൂനട്ട് ചേർത്തുന്നേ ഉള്ളൂ കേട്ടോ. ഒരു ഫോട്ടോക്കൊക്കെ ഒരു ഭംഗി വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള നട്ട്സ് ചേർത്തിട്ട് അലങ്കരിക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ ഫീഡ്ബാക്ക്.